ഒരു കാറ് എന്നത് വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ്. ഇപ്പോൾ എല്ലാവർക്കും പുതിയ കാറ് പർച്ചേസ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ കൂടുതലും സെക്കൻഡ് കാറിലേക്ക് ഫോക്കസ് ചെയ്യുന്നവരായിരിക്കും. എന്നാൽ സെക്കൻഡ് കാറ് വാങ്ങിയതിലൂടെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ച കസ്റ്റമേഴ്സ് നമുക്കിടയിലുണ്ട്. അപ്പോൾ ഒരു സെക്കൻഡ് കാറ് എടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ നോക്കുന്ന വാഹനത്തിൻ്റെ ഹിസ്റ്ററി അവൈലബിൾ ആണോ, സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണോ എന്ന് നോക്കുക. ഓതറൈസ്ഡ് ആയിട്ടുള്ള ഷോറൂമിലാണോ അത് സർവീസിന് അല്ലെങ്കിൽ അതിന് വർക്കൊക്കെ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യുക. അതിനുശേഷം നമ്മുടെ ആ വാഹനത്തിൻ്റെ RC ബുക്കിലെ മാനുഫാക്ചറിങ് ഇയർ എത്രയാണെന്ന് നോക്കുക. ആ മാനുഫാക്ചറിങ് ഇയർ തന്നെയാണ് നമ്മുടെ വാഹനത്തിലെ ഗ്ലാസ്സുകളിൽ ഫ്രണ്ട് ഗ്ലാസ്, റിയർ ഗ്ലാസ്, 4 പവർ വിൻഡോ അല്ലെങ്കിൽ ക്വാർട്ടർ ഗ്ലാസ്, ഇതിലെല്ലാം ഓരോ ഇയർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതും നമ്മുടെ RC ബുക്കിലെ ഇയറും സെയിം ആണോ എന്ന് നോക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ 2018 മോഡൽ വാഹനമാണെന്നുണ്ടെങ്കിൽ ഗ്ലാസ്സുകളിൽ 2018 അല്ലെങ്കിൽ 2017 ആണ് ഗ്ലാസ്സുകളിലെ മാനുഫാക്ചറിങ് ഇയർ എങ്കിൽ അതിന് റീപ്ലേസ്മെൻറ്റ് ഇല്ല എന്നാണ് അർത്ഥം. അതേസമയം 2018 വാഹനം പക്ഷേ ഗ്ലാസ്സുകളിൽ മെൻഷൻ ചെയ്തേക്കുന്നത് 2019 ഇയർ ആണെങ്കിൽ അത് റീപ്ലേസ്ഡ് ആണ്. അല്ലെങ്കിൽ ആ ഒരു പാർട്ട് അല്ലെങ്കിൽ ആ ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് റീപ്ലേസ്മെൻറ്റുകൾ. അതായത് ഫ്രണ്ട് വുഡ്, അതുപോലെ തന്നെ റിയർ വുഡ്, ഡോറുകൾ, ഇതൊക്കെ റീപ്ലേസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഈ റീപ്ലേസ്മെൻറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നിലതിന് ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഡാമേജ് പറ്റിയിട്ടുണ്ടാവാം. അപ്പോൾ നമുക്ക് കൂടുതലും ഫ്രണ്ട് പൊസിഷനിലാണ് കൂടുതലും ആക്സിഡൻറ്റുകൾ ഉണ്ടാകുന്നത്. അപ്പം നമുക്ക് ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ ബോണറ്റ് പൊക്കി ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പേസ്റ്റിംഗ് കാണാം. ഈ പേസ്റ്റിംഗ് കറക്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കാൻ സാധിക്കും. ഇത് കമ്പനി പേസ്റ്റിംഗ് ആണെങ്കിൽ ഇത് റീപ്ലേസ് ചെയ്തിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്ക് ബൾക്ക് കട്ടിങ്, അതായത് ഫ്രണ്ട് നല്ല കൊളീഷൻ അല്ലെങ്കിൽ ഫ്രണ്ട് സെറ്റ് ചെയ്തേക്കുന്ന ഈ ബൾക്ക് കട്ടിങ്ങിലാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു മേജർ ആക്സിഡൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ബൾക്ക് കട്ട് റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം അത് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടുത്തെ പേസ്റ്റിങ്ങിൽ വരുന്ന വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം ഫ്രണ്ടിൽ ഒരു കൊളീഷൻ ഉണ്ടായിട്ടുണ്ടെന്ന്. അതേപോലെ മെയിനായിട്ട് നോക്കുന്നതാണ് ആപ്രോണിനും ഇതേപോലെ തന്നെ ഈ പേസ്റ്റിങ്ങിൽ കമ്പനി പേസ്റ്റിങ്ങും രണ്ടാമത് ചെയ്യുന്ന പേസ്റ്റിങ്ങും തമ്മിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം നല്ലൊരു കൊളീഷൻ ആണെങ്കിൽ മാത്രമേ ഈ സൈഡ് റീപ്ലേസ്മെൻറ്റ് വരുള്ളൂ. ആ റീപ്ലേസ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ നല്ലൊരു കൊളീഷൻ വന്നിട്ടുണ്ട് എന്നുള്ളത്. ഇനി നമുക്ക് എൻജിൻ സൈഡിലേക്ക് വരാം. എൻജിൻ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ചില വാഹനങ്ങൾ കണ്ടു കഴിയുമ്പോൾ നീറ്റ് ആൻഡ് കണ്ടീഷനായിട്ട് കിടക്കുന്നത് കാണാം. അതേ സമയം അതിൻ്റെ എൻജിൻ ബോണറ്റ് തുറന്ന് താഴേക്ക് നോക്കുമ്പോഴത്തേക്ക് പല രീതിയിലുള്ള ഓയിൽ ലീക്കേജ് കാണിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള വാഹനങ്ങളാണെങ്കിൽ കഴിവതും അവോയ്ഡ് ചെയ്യുക. കാരണം എൻജിൻ ലീക്കേജുകൾ കൂടുതൽ വരുമ്പം നമുക്ക് നല്ല രീതിയിലുള്ള മെക്കാനിക്കലുള്ള വർക്കുകളുള്ള വാഹനമായിരിക്കും. അപ്പോൾ നമുക്ക് കൂടുതലും പേയ്മെൻറ്റുകൾ നമ്മൾ പർച്ചേസ് ചെയ്തതിന് ശേഷം ധാരാളം പേയ്മെൻറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് ഇറങ്ങാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വാഹനം നോക്കാൻ പോകുമ്പോൾ വാഹനം ലിഫ്റ്റ് ചെയ്യാനുള്ള സൗകര്യം കൂടെ നോക്കുക. കാരണം ആ വണ്ടിയുടെ അടിവശം തുരുമ്പോ കാര്യങ്ങളോ ഉണ്ടോയെന്ന് കൂടി എൻഷുർ ചെയ്യുക. അത് എൻഷുർ ചെയ്യേണ്ട വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ്. ഇനി നിങ്ങളൊരു സെക്കൻഡ് വാഹനം എടുക്കുന്നത് ഒരു ഡീലർഷിപ്പിൽ നിന്നാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡീലർഷിപ്പുകളിൽ നിന്ന് വന്നേക്കുന്ന എക്സ്ചേഞ്ച് വാഹനമാണ് നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 100% പേപ്പർ വർക്കുകൾ സെക്യൂർ ആയിരിക്കും. ഒരു കാർ ടേക്ക് ഓവർ ചെയ്ത് അടുത്ത കസ്റ്റമറിൻ്റെ കയ്യിലെത്തുന്നത് വരെയുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ആ ഡീലർഷിപ്പിൻ്റെ കയ്യിലായിരിക്കും. അതിൻ്റെ ഇടയിൽ വരുന്ന എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഡീലർഷിപ്പിനെ സമീപിച്ചാൽ മതി, നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും. അതേസമയം പുറത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ഒരു സേഫ്റ്റി നമുക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മളൊരു യൂസ്ഡ് കാർ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ വളരെ പ്രയോജനകരമായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.